സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം. കേരള തീരത്ത് കരയിൽ നിന്ന് കടലിലേക്ക് 12 നാട്ടിക്കൽ മൈൽ വരെയാണ് മത്സ്യബന്ധനം നിരോധിച്ചിരിക്കുന്നത്. 52 ദിവസങ്ങളിലായി നടപ്പിലാക്കുന്ന ട്രോളിംഗ് നിരോധനം ജൂലൈ 31 വരെ നീളും. റിനു ശ്രീധറുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. റിനു, ഇനി മത്സ്യത്തൊഴിലാളികൾക്ക് വറുതിക്കാലമെന്നാണ് പൊതുവെ പറയുക. ഈ ട്രോളിംഗ് കാലം പുനഃക്രമീകരിക്കണമെന്നൊക്കെ ആവശ്യം കുറെ കാലങ്ങളായി വരുന്നുണ്ടെങ്കിലും ഇപ്പോഴും പഴയ സമ്പ്രദായത്തിൽ തന്നെയാണ് പോകുന്നത്. അതിന്റെ തീയതികളൊക്കെ നിശ്ചയിക്കുന്നത്. എങ്ങനെയാണ് നിയന്ത്രണങ്ങൾ വരുന്നത്? ഏത് തരത്തിലായിരിക്കും ഇനിയുള്ള പരിശോധനകൾ? ഗോകുൽ, വർഷ ഇന്നു മുതൽ 12 നോട്ടിക്കൽ മൈൽ മത്സ്യബന്ധനം പാടില്ല, പ്രത്യേകിച്ച് ട്രോൾ ബോട്ടുകൾ പാടില്ല എന്നുള്ളതാണ് നിയന്ത്രണത്തിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത്. അതായത് 22 കിലോമീറ്റർ അകലെ വരെ മത്സ്യബന്ധനം പാടില്ല. പക്ഷേ ഉപരിതല മത്സ്യബന്ധനം ചെറുവള്ളങ്ങൾക്ക്, പരമ്പരാഗത വള്ളങ്ങൾക്ക് നടത്താം എന്നുള്ളതാണ്. ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ ഈ കാലയളവിൽ വേണമെന്നുള്ളൊരു ആവശ്യം കാലാകാലങ്ങളായി ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ അതൊന്നും തന്നെ നടക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് അർദ്ധരാത്രി മുതൽ 52 ദിവസത്തേക്ക്, അതായത് ജൂലൈ 31 വരെയാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഫിഷറീസ് വകുപ്പും അതുപോലെ തന്നെ പോലീസ് ഉൾപ്പെടെയുള്ള ഇടപെടൽ വലിയ രീതിയിൽ ശക്തമാക്കിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനം അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള ബോട്ടുകൾ മത്സ്യബന്ധനത്തിന് ഇറങ്ങുന്നത് തടയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ കേരള തീരത്ത് നിന്ന് അന്യസംസ്ഥാന ബോട്ടുകൾ, തമിഴ്നാട്ടിൽ നിന്ന് ഉൾപ്പെടെയുള്ള ബോട്ടുകൾ അവിടെ നിന്ന് പോയി എന്നുള്ളത്, അല്ലെങ്കിൽ തീരം വിട്ടു എന്നുള്ളത് ഉറപ്പാക്കുവാൻ വേണ്ടി ഫിഷറീസ് വകുപ്പ് കർശന നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടത്തിന് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഡീസൽ ബങ്കുകൾ ഉൾപ്പെടെ പരിശോധിക്കുക എന്നുള്ള ഒരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ തരത്തിലും കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തി ട്രോളിംഗ് നിരോധനം കർശനമാക്കാൻ തന്നെയാണ് എന്തായാലും തീരുമാനിച്ചിരിക്കുന്നത്. ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വറുതിയുടെ കാലമാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ഈ ട്രോളിംഗ് കാലം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സർക്കാർ കൃത്യമായി അവർക്ക് റേഷൻ സംവിധാനങ്ങൾ ഉൾപ്പെടെ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇവർക്ക് ഉണ്ടാകാതിരിക്കുവാനുള്ള ഒരു ഇടപെടൽ ഫിഷറീസ് വകുപ്പും അതുപോലെ തന്നെ ഭക്ഷ്യവകുപ്പും ഇടപെടും, അല്ലെങ്കിൽ ഏറ്റെടുക്കും എന്നുള്ള ഒരു കാര്യം കൂടി സർക്കാർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ്. വർഷ, ഗോകുൽ. ശരി റിനു, ഏതായാലും ഇന്ന് മുതൽ അങ്ങോട്ടേക്ക് ട്രോളിംഗ് നിയന്ത്രണമാണ്. അപ്പോൾ വലിയ ബോട്ടുകൾ പോകില്ല. ഈ ബോട്ടുകളിലൊക്കെ അറ്റകുറ്റപ്പണി നടത്തുന്ന സമയം കൂടിയാണ് ഇത്. ഫലത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യം, മീനിന്റെ വില കൂടും അടുത്ത ദിവസങ്ങളിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.